ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അങ്ങനെ സിദ്ധു യാത്ര ചോദിച്ച് എല്ലാവരോടും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കാറിൽ കയറുമ്പോൾ വീണ്ടും പറയാണ്, മുത്തശ്ശ ബായ് മുത്തശ്ശ. എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ എല്ലാവരും പറയാണ് ബായ് സിദ്ധു എന്ന് പറഞ്ഞ് സിദ്ധു സങ്കടത്തോടെ അവിടെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ സിദ്ധു എന്നിട്ടും കാറിൽ കയറിയിട്ടില്ല. സങ്കടത്തോടെ തന്നെ ചന്ദ്രികയെ തന്നെ കുറേ സമയം നോക്കി നിൽക്കുകയാണ്. അതിന് ശേഷമാണ് സിദ്ധു പോയിട്ട് കാറിൽ കയറിയത്. ഒരുപാട് സമയം സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കി നിന്നവിടെ. ചന്ദ്രിക സിദ്ധുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണൊക്കെ തുറക്കുന്നുണ്ട്. അതിനുശേഷമാണ് സിദ്ധു വണ്ടിയിലേക്ക് കയറിയത്. വണ്ടി പതുക്കെ നീങ്ങി പോകുന്നത് തന്നെ നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക. വണ്ടി ചെറിയ രീതിയിലാണ് പോകുന്നത് മുന്നോട്ട്. സിദ്ധു പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. മുത്തശ്ശനും മുത്തശ്ശിയും മറ്റുള്ള എല്ലാ ആൾക്കാരും അകത്തേക്ക് കയറിപ്പോയി. പക്ഷേ ചന്ദ്രിക മാത്രം അവിടെ തന്നെ നിന്നുകൊണ്ട് നന്നായിട്ട് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിദ്ധുവിൻ്റെ വണ്ടി കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ ചന്ദ്രിക നിലം മറന്ന് കരയാണ്. അതായത് പരിസരം മറന്ന് കരയാണ്. സിദ്ധു ആണെങ്കിൽ വണ്ടിയിലൊരു പാവ കണക്കെ ഇരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളും ഓർക്കുകയാണ് ആ സമയത്ത്. ചന്ദ്രിക സിദ്ധുവിനെ ഓർത്ത് പൊട്ടിക്കരയാണ്. സിദ്ധു ആണെങ്കിൽ വണ്ടിയിലൊരു പാവ കണക്കെ ഇരുന്നിട്ട് കരയാണ്. സിദ്ധു വണ്ടിയിൽ നിന്നും ചന്ദ്രിക ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതൊക്കെ ഓർക്കാണ്. പനിക്കുന്ന സമയത്ത് തുണി നനച്ച് നെറ്റിയിലിട്ട് കൊടുത്തതും, ഛർദ്ദിക്കുന്ന സമയത്ത് ഛർദി കയ്യിൽ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി കളയുന്നതും ഒക്കെ ചിന്തിച്ചിരിക്കുകയാണ് സിദ്ധു. ചന്ദ്രിക ഒരു പാത്രത്തിൽ കഞ്ഞിയെടുത്തുകൊണ്ട് വന്ന് അവനെ കുടിപ്പിക്കുന്ന രംഗമൊക്കെ അവൻ ഓർക്കുകയാണ്. ആ സമയത്ത് നല്ലൊരു പാട്ടാണുള്ളത് ഈ സമയത്ത്. സാർ, ഞാൻ പോയി കഷായം ഉണ്ടാക്കി വരാം എന്ന് പറഞ്ഞ് ചന്ദ്രിക കഞ്ഞിയൊക്കെ കൊടുത്ത് അതൊക്കെ തുടച്ചു കൊടുത്തതിന് ശേഷം പറയാണ്, ഛർദിക്കൊക്കെ ചെയ്തല്ലോ, അപ്പോൾ പറയാണ്, സാർ ഞാൻ പോയിട്ട് കഷായം ഉണ്ടാക്കി കൊണ്ടുവരാം. സാരമില്ല ചന്ദ്രികെ, കഷായമൊന്നും വേണ്ട. അത് സാരമില്ല, ഞാൻ പോയി ഉണ്ടാക്കി കൊണ്ടുവരാം സാർ. വീണിട്ട് വന്ന സമയത്ത് ബ്ലഡൊക്കെ കയ്യിൽ നിന്നും തുടച്ചു കൊടുക്കുന്നതും, പിന്നെ കിണറ്റിൽ വീണ സമയത്ത് അവളും കിണറ്റിൽ ചാടി അവനെ രക്ഷിച്ച രംഗവും ഒക്കെ ഓർക്കാണ്. മലറിന് പേസ്റ്റ് മൈലാഞ്ചി എടുത്തിട്ട് വെച്ച് കൊടുക്കുന്ന സീനൊക്കെ ഓർക്കാണ്. എന്നിട്ട് മലറിനോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് സിദ്ധു. കഴിഞ്ഞു പോയ ഓരോരോ കാര്യങ്ങളും ചന്ദ്രികയെ പറ്റിയുള്ള മലറിനെ പറ്റിയുള്ള ഒക്കെ ഓർക്കാണ് സിദ്ധു. ചന്ദ്രികയാണെങ്കിൽ അവിടെ സിദ്ധു ചെയ്തുകൊണ്ടിരുന്ന ഓരോരോ നല്ല കാര്യങ്ങളൊക്കെ ചന്ദ്രികയും ഓർക്കുകയാണ്. മലറിന് നല്ലൊരു ഫ്രോക്ക് വാങ്ങിക്കൊടുത്ത് അത് മലർ ഇട്ട് വന്നിട്ട് കാണിക്കുകയാണ്. നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. സിദ്ധു അമേരിക്കയിലേക്ക് പോവുകയാണോ? അതേ മലർ. എന്നെക്കാളും എൻ്റെ അമ്മയെക്കാളും സിദ്ധുവിന് ഫ്രണ്ടാണോ പ്രധാനം? അതോർത്തപ്പോൾ സിദ്ധുവിന് പൊട്ടിക്കരഞ്ഞുപോയി. അപ്പോഴാണ് ഡ്രൈവർ ചോദിക്കുന്നത്, സാർ എന്ത് പറ്റി സാർ? സാർ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഒന്നുമില്ല ഏട്ടാ, ഒന്നുമില്ല, വണ്ടി ഓടിക്ക്, ഒന്നുമില്ല. അപ്പോൾ ഡ്രൈവർ പറയാണ്, അച്ഛനെയും അമ്മയെയും ബന്ധുക്കളെയും ഒക്കെ വിട്ടുപിരിയുന്നതിൽ ഉള്ള സങ്കടമായിരിക്കും അല്ലേ സാർ? കാരണം നന്നായിട്ട് വിഷമമുണ്ടല്ലേ? അതെ. പിന്നെ ഈ സമയത്തൊരു പാട്ടാണുള്ളത്. അപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലേക്ക്. അങ്ങനെ എയർപോർട്ടിലെത്തി വണ്ടി നിർത്തി സിദ്ധുവിൻ്റെ ലഗേജൊക്കെ എടുക്കുകയാണ്. സാർ, സുഖമായിട്ട് പോയിട്ട് വരൂ സാർ. എന്നാൽ ഞാൻ പോട്ടെ എന്ന് ചോദിച്ച് ഡ്രൈവർ പോയി. സിദ്ധു വന്ന കാറും ഡ്രൈവറും പോയി. അതിനുശേഷം സിദ്ധു പതിയെ അവിടെ നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് എതിരെ വേറൊരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി ഡ്രൈവർ ഓണടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ സിദ്ധു ക്രോസ് ചെയ്യാണ് അവിടുന്ന്. ആ സമയത്ത് വണ്ടി വന്ന് സിദ്ധുവിനെ അടിച്ചവിടെ ഇട്ടു. ഡ്രൈവർ ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, ചേട്ടാ എന്തെങ്കിലും പറ്റിയ ചേട്ടാ? ചേട്ടാ വല്ലതും പറ്റിയ ചേട്ടാ? സോറി ചേട്ടാ. കുഴപ്പമില്ല. എന്താ ചേട്ടാ, ഞാൻ എത്ര ഹോൺ അടിച്ചതാ? ചേട്ടൻ എന്താ ശ്രദ്ധിക്കാതെ നടന്നങ്ങ് പോവുക? സോറിടാ, ശ്രദ്ധിച്ച് പോകട്ടാ. പിന്നെ അവിടെ എയർപോർട്ടിനകത്ത് പാസ്പോർട്ടും ടിക്കറ്റ്സും ഒക്കെ കാണിച്ചതിന് ശേഷം അവൻ അകത്തേക്ക് കയറാണ്. അതിനകത്ത് കയറി എല്ലാവരും ഇരിക്കുന്നവരിടത്ത് സിദ്ധുവും പോയി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്ത്രീ അപ്പുറത്തെ ബെഞ്ചിൽ നിന്നും എണീറ്റ് വന്നിട്ട് ചോദിക്കുന്നത്, മോനെ, എൻ്റെ ഫോണ് ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയിപ്പോയി. മോൻ്റെ ഫോൺ ഒന്ന് തരാമോ? ഞാൻ ഒരു കോൾ ചെയ്തിട്ട് തിരിച്ചു തരാം. അപ്പോൾ തന്നെ സിദ്ധു ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. ഇതാ ഫോൺ, സംസാരിച്ചിട്ട് തരൂ. ആ സ്ത്രീ ഫോൺ വാങ്ങിച്ചിട്ട് പിന്നെ ഒരുപാട് നേരം സംസാരിക്കുകയാണ്. എന്നെ കാണിക്കുന്നത് ചന്ദ്രികയുടെ വീട്ടിൽ വന്നിട്ട് മലർ ഉറങ്ങിക്കിടക്കുകയാണല്ലോ. അസുഖത്തിൻ്റെ പ്രശ്നം അതുകൊണ്ട് മലറിനെ വന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ചന്ദ്രിക മലറിൻ്റെ നെറ്റിയിൽ കൈവച്ചപ്പോൾ തന്നെ നല്ല ചൂട് കണ്ട്. അപ്പോൾ പറയണം, അയ്യോ, പനി വല്ലാണ്ട് കൂടിയിട്ടുണ്ടല്ലോ. ചന്ദ്രിക പെട്ടെന്ന് തന്നെ പോയി കഷായം എടുത്തുകൊണ്ട് വന്ന് വിളിക്കുകയാണ്, മലർ എഴുന്നേൽക്ക് മോളെ. സിദ്ധു എവിടെ അമ്മേ? എനിക്ക് സിദ്ധുവിനെ കാണണം. മലർ, നിനക്ക് നല്ല പനിയുണ്ടടാ, ആദ്യം നീ ഈ കഷായം കുടിക്കേ. എനിക്ക് വേണ്ട, സിദ്ധുവിനെ വിളിക്കമ്മേ.
മലർ, ആദ്യം നീ പറയുന്നത് കേൾക്ക്, വാ. എനിക്ക് വേണ്ട അമ്മേ. ഇത് കുടിക്ക്, വാ, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ശക്തിയായിട്ട് അവളെ എഴുന്നേൽപ്പിക്കുകയാണ് ചന്ദ്രിക. ശക്തമായി എഴുന്നേൽപ്പിച്ച് അതിനുശേഷം ചന്ദ്രിക ആ കഷായം അവളെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. ഇത് വല്ലാതെ കഴിക്കുന്നമ്മേ. കുറച്ച് കഴിക്കുമെടാ. അമ്മേ, എനിക്ക് സിദ്ധുവിനെ കാണണം അമ്മേ. അത് സിദ്ധു സാറ് ഇപ്പോൾ വീട്ടിലില്ല. സിദ്ധു എവിടെ അമ്മേ? സിദ്ധു സാറ് അമേരിക്കയ്ക്ക് പോയടാ. പിന്നെ കരയാൻ തുടങ്ങി. സിദ്ധു അമേരിക്കയ്ക്ക് പോയോ? എനിക്കിപ്പോൾ സിദ്ധുവിനോട് സംസാരിക്കണം. സിദ്ധുവിനെ ഫോൺ ചെയ്യാമേ, എനിക്കിപ്പോൾ സിദ്ധുവിനോട് സംസാരിക്കണം. പിന്നെ ശാഠ്യത്തോടെ പറയാണ്, എനിക്കിപ്പോൾ സിദ്ധുവിനോട് സംസാരിക്കണം, സിദ്ധുവിനെ ഫോൺ ചെയ്യാമേ. ചന്ദ്രിക പിന്നെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് സിദ്ധുവിനെ വിളിക്കുകയാണ്. പക്ഷേ സിദ്ധുവിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കാര്യം സിദ്ധുവിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ത്രീ ഫോൺ വാങ്ങിച്ചിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവർ ഇതുവരെ ഫോൺ സിദ്ധുവിന് കൈമാറിയിട്ടില്ല. ചന്ദ്രിക വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ സിദ്ധുവിനെ കിട്ടുന്നില്ല ഫോണ്. സിദ്ധു ആണെങ്കിൽ അവിടെ മലറിനെയും ചന്ദ്രികയെയും കുറിച്ച് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ ഫോണാണെങ്കിൽ കയ്യിലില്ല, ഫോണിലാണെങ്കിൽ അവർ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അപ്പോൾ ചന്ദ്രിക മടുത്തതിന് ശേഷം പറയാണ് മലറിനോട്, സിദ്ധു സാറിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ. അമ്മേ, സിദ്ധു എന്നെ വിട്ട് പോയി കളഞ്ഞോ? എനിക്കിപ്പം തന്നെ സിദ്ധുവിനെ കാണണം. മലർ, പറയുന്നത് കേൾക്കുമോളെ, അടങ്ങി നിൽക്കുമോളെ, പറയുന്നത് കേൾക്ക്. എനിക്കിപ്പം തന്നെ സിദ്ധുവിനെ കാണണം, എനിക്ക് സിദ്ധുവിനെ കാണണം അമ്മേ എന്ന് പറഞ്ഞവൾ ഷാഢ്യം ചെയ്യാണ്. മലർ, ഞാൻ പറയുന്നത് കേൾക്കടാ. ഇല്ല, പറ്റില്ല, എനിക്കിപ്പം തന്നെ സിദ്ധുവിനെ കാണണം അമ്മേ, സിദ്ധുവിനെ കാണണം. മലർ, നീ പറയുന്നത് കേൾക്ക്, സിദ്ധു സാർ പോയി കഴിഞ്ഞു. അത് കേട്ട് ഷോക്കടിച്ചതുപോലെ മലർ കണ്ണൊക്കെ അടച്ച് ബോധം കെട്ട് വീഴുകയാണ്. മലർ, മോളെ, എന്ത് പറ്റിയടാ? എടാ, നിനക്ക് എന്ത് പറ്റി? അയ്യോ, സിദ്ധു സാറിനെ പറഞ്ഞ് എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയെന്നറിയില്ല. മോളെ കണ്ണു തുറക്ക്, മഹേന്ദ്രൻ സാർ എന്ന് വിളിക്കുകയാണ്. ചന്ദ്രികയെ ഒന്നും തിരിയുന്നില്ല. ചന്ദ്രിക മലർ മോളെ കണ്ണു തുറക്ക്, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ചന്ദ്രിക എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് മഹേന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും ഒക്കെ ഓടി വരികയാണ്. മലർ മോൾക്ക് എന്ത് പറ്റി മലർ? മഹേന്ദ്രൻ സാറ് വിളിക്കുകയാണ്, മോളെ എണീക്ക് മോളെ എണീക്ക്. ലക്ഷ്മിയും അതുപോലെ തന്നെ വിളിക്കുകയാണ്. പിന്നെ മഹേഷ് പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്, ഇപ്പം തന്നെ ഭഗവാന്റെ നടയിലിരിക്കുന്ന ആ താലിയുടെ ഞാൻ നിൻ്റെ കഴുത്തിൽ കെട്ടും എന്ന് പറഞ്ഞ് അവൻ ശക്തിയായി ബലം പ്രയോഗിച്ച് അവളുടെ കഴുത്തിൽ കെട്ടാൻ ശ്രമിക്കുകയാണ്. ഇരിക്കടി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മനസ്സ് മുഴുവൻ സിദ്ധു സാറാണ് ഉള്ളത്. മഹേഷ് അത് കേട്ട് ഷോക്കടിച്ചതുപോലെ പിന്നോട്ടടിച്ച്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ വീഡിയോ അടുത്തതായിട്ട് വീണ്ടും ഇടുമ്പോൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.